പേപ്പർ യൂസ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഒരു 3 മന്ത് വരെയുള്ള ഡേറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറി, അത് നമുക്കിപ്പോൾ ഒരു 1 ഇയറിലേക്കുള്ള ഡേറ്റ ആയാൽ പോലും നമുക്ക് ബാക്കിലേക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും, റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. കൂടുതലും പേപ്പർ നമ്മുടെ വാഷ്റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ മീൻസ് ഇത് വെറ്റാവാനും പേപ്പർ നമുക്ക് പല സമയങ്ങളിലും ചിലപ്പോൾ ചീത്തയായി പോകാനും ഒക്കെ ചെക്ക് ലിസ്റ്റ് സാധ്യതകളുണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് മുമ്പ് കോള് വരുന്ന സമയത്ത് നമുക്ക് കോള് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഏരിയ ഡേറ്റി ആണ് എന്നുള്ളത് വെർബലി പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല. നമ്മളവിടെ നിന്ന് ഏരിയയിൽ ചെല്ലുമ്പോൾ ചിലപ്പം അത് ക്ലിയർ ആയിരിക്കും, സ്റ്റാഫ് വീണ്ടും പോയി ക്ലിയർ ചെയ്തിരിക്കും, എന്താ ഇഷ്യൂ എന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വരുന്നത്. നമുക്കിപ്പോൾ ഒരാൾ QR സ്കാൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് ഫോട്ടോ അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് ആ ഏരിയയിലുള്ള അവരുടെ ഇഷ്യൂ, എന്ത് ഇഷ്യൂ ആണ് അവർ ഫേസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അവർക്ക് അപ്പോഴേ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ അപ്ഡേറ്റ് ചെയ്യുന്ന ഇഷ്യൂവിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കാര്യം സൂപ്പർവൈസേഴ്സിനും പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഒരു ഏരിയ ക്ലിയർ ചെയ്തിട്ട് പോയതിൻ്റെ തൊട്ട് പുറകെ അവിടെ നാട്ടെന്തെങ്കിലും വെള്ളം വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണോ ഫ്ലോർ ഡേറ്റി ആയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരാൾ ആ ഏരിയ ഡേറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൽ ഫോട്ടോ ഇടുന്ന സമയത്ത് സൂപ്പർവൈസറിനും പ്രൂവ് ചെയ്യാൻ പറ്റും അവിടെ ഒരു സ്റ്റാഫ് അപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ കയ്യിലും ഏരിയ ക്ലിയർ ചെയ്തതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരുടെ മിസ്റ്റേക്ക് അല്ല എന്നുള്ള കാര്യം അവർക്കും പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പേപ്പർ ആയിരുന്ന ടൈമിൽ ഇപ്പോൾ ഒരു സൂപ്പർവൈസർ അല്ല, ഒരു നമ്മുടെ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് വേണമെങ്കിലും അത് സൈൻ ടിക്കറ്റ് പോകാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹംബ്ലക്സിലോട്ട് മാറിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഫോൺ തന്നെയാണ് ഈ ഹംബ്ലക്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരവരുടെ ഫോണിലാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോൺ ആ ഒരു സൂപ്പർവൈസർ തന്നെ അവിടെ എത്തി അവരുടെ ഫോണിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു ഹംബ്ലക്സിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പഴയ പേപ്പറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്ത് വെച്ച് മറിച്ച് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഏത് ഏരിയ ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആ ഏരിയയിൽ എന്താണോ നോക്കേണ്ടത്. കിംസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ 3 ബ്ലോക്കിലും കൂടി ഇത്രയും വലിയ ഏരിയ കിടക്കുന്നുണ്ട്, അത്രത്തോളം വാഷ്റൂംസ് കിടക്കുന്നുണ്ട്, റൂം സൈഡ് കിടക്കുന്നുണ്ട്, കോമൺ ഏരിയാസ് എല്ലാം ഉള്ളതാണ്. സോ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും ഏരിയയിൽ നിന്ന് പേപ്പർ ആകുന്ന സമയത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു ആ ഏരിയ എന്നുള്ളത്. ഇത് സംബന്ധിച്ച് ഇപ്പം ലാസ്റ്റ് മന്ത് വന്ന ഒരു കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഒരു കൺസേൺ വന്നു. ലാസ്റ്റ് മന്ത് വന്ന ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച് എനിക്ക് കൺസേൺ വന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഫിൽട്ടർ ചെയ്ത് ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിൽ നിന്ന് ആ ഇഷ്യൂ എന്തായിരുന്നു, നമ്മളതെങ്ങനെ റെക്ടിഫൈ ചെയ്തു എന്നുള്ളത് എടുക്കാൻ പറ്റും. NABH ടൈമിലൊക്കെയാണ് നോർമലി നമുക്ക് ഹൗസ് കീപ്പിങ്ങിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത്. മുമ്പ് വരെ നമ്മൾ എല്ലാ ഏരിയയിലും ഉള്ള പേപ്പറായിട്ടുള്ളത് ഇത് ലാസ്റ്റ് 3 മന്ത് ഓർ 4 മന്ത് അവരെത്ര മാസത്തെയാണോ ചോദിക്കുന്നത് ആ സമയം വരെയുള്ള ചെക്ക് ലിസ്റ്റുകളായിരുന്നു കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പം വാഷ്റൂമിൻ്റേതായാലും ക്രിട്ടിക്കൽ ഏരിയയുടേതായാലും നമ്മൾ ചെക്ക് ലിസ്റ്റിന് പകരം നമ്മളിപ്പം ആപ്പാണ് അവർക്ക് പറയുന്നത്. കാരണം ഏത് ഏരിയ ആണോ അവർ സജസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഏത് ടൈം മുതൽ ഏത് ടൈം വരെയുള്ള ഇൻസ്പെക്ഷൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഹംബ്ലക്സിൻ്റെ ഇവിടെ കിംസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അറിയാന്നുള്ള വിഷ്ണുവാണ് കൂടുതൽ ഹംബ്ലക്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്തിൽ എത്തുന്നത്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഏത് ടൈമിൽ ഒരു ഇഷ്യൂ വന്നിട്ട് വിളിച്ചാലും അതിന് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് വിഷ്ണുവിൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴായാലും ഉണ്ടായിരിക്കും. ഒരു തവണ പോലും നമ്മുടെ ഒരു കോൾ ഡിലേയോ അല്ലെങ്കിൽ കോൾ വെയിറ്റിങ്ങോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആ ഓൺ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് നമുക്ക് തരും. നമ്മുടെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നവരെ പുള്ളി ആ ഒരു കോളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അവരോട് പറയുന്നതനുസരിച്ച് ആ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ ടീമിനെ ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. എന്ത് ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മാക്സിമം ട്രൈ ചെയ്ത് അവരത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് തരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു കാരണം നമുക്കിപ്പോൾ നൈറ്റ് 12 മണിയായാലും ആ ഒരു ടൈമിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നതിന് പോലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു മീൻസ് എല്ലായിടത്തും കാണുന്നില്ല. അവർ പറയാറുണ്ട് സാധാരണ എല്ലായിടത്തും നമുക്ക് അവരുടെ ഓഫീസ് ടൈമിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയൊരു കാര്യമുണ്ട്. അത് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. അത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇഷ്യൂസ് പറഞ്ഞ്. കാരണം നമുക്ക് ഡേയും നൈറ്റും സൂപ്പർവൈസേഴ്സ് ഉള്ളതാണ്. ചിലപ്പോൾ നൈറ്റിൽ നിൽക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ആപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്നത്. ആ ടൈമിൽ തന്നെ അവർ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതിനെല്ലാം നിങ്ങളുടെ ടീം റെസ്പോണ്ട് ചെയ്യും. എന്താണ് ഇഷ്യൂ എന്ന് നോക്കിയിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ അവരത് റെക്ടിഫൈ ചെയ്ത് തരുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു ഇതാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ.